എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 +2 പബ്ലിക് എക്സാം 2025 ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് വയലേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്കഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 +2 പബ്ലിക് എക്സാം 2025 ഹിസ്റ്ററി പൊളിറ്റിക്സ് വാലേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു മെയിൻ കാര്യം നമ്മൾ പറയാനുള്ളത്, ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വിഷയങ്ങളാണ് ഹിസ്റ്ററി പൊളിറ്റിക്സ് എന്ന 2 സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഹിസ്റ്ററി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വാല്യുവേഷൻ ക്യാമ്പിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു, പ്രത്യേകിച്ച് എനിക്കത് വാർത്ത കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. +1 ആയാലും +2 ആയാലും വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല ഹിസ്റ്ററിയുടെ. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ആൻസറബിൾ ചെയ്യാൻ, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ വിദ്യാർത്ഥിനികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അധ്യാപകരിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം. പിന്നെ ഹിസ്റ്ററി പൊളിറ്റിക്സൊക്കെ വിദ്യാർത്ഥികൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാനിപ്പം ആസ് എ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റ് എന്ന രീതിയിലും ഹിസ്റ്ററി പൊളിറ്റിക്സ് ഞാൻ പഠിച്ചൊരു വിഷയമായതുകൊണ്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹിസ്റ്ററി പൊളിറ്റിക്സ് എന്ന 2 വിഷയത്തിന് വിദ്യാർത്ഥികൾക്ക് സുഖമായിട്ട് ജയിക്കാൻ സാധിക്കും. ജസ്റ്റ് പാസ്സൊന്നുമല്ല, വിദ്യാർത്ഥികൾ ചെറിയ രീതിയിലൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു 40, 50 മാർക്ക്, 60 മാർക്കൊക്കെ സുഖമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റിയ 2 വിഷയങ്ങളാണ് ഈ ഹിസ്റ്ററി പൊളിറ്റിക്സ് എന്ന ഈ 2 സബ്ജക്റ്റുകൾ. അപ്പോൾ എന്തായാലും വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ് നിന്ന് നല്ലതാണ്. നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് മാർക്കും കാര്യങ്ങളൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ജയമുണ്ട്. ഇപ്പം ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ വിഷയമാണ് ഞാൻ പറഞ്ഞത്, തള്ളി മറിച്ചൊന്നുമല്ല. കാരണം ഞാൻ ആസ് എ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻറ്റ്, അതുമാത്രമല്ല പിന്നെ ഹിസ്റ്ററി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റും കൂടിയായിരുന്നു. കാരണം അതിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. മലയാളം കഴിഞ്ഞാൽ പിന്നെ അതിൽ മലയാളത്തിൽ 70-72 മാർക്ക് ഉണ്ടാവും. പിന്നെ ഹിസ്റ്ററിക്കും പൊളിറ്റിക്സിനും 60, 62, പിന്നെ 70 മാർക്കോളം തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിലെ ഏറ്റവും എളുപ്പമുള്ളത് ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒക്കെയാണ്. ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് നല്ല രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഹിസ്റ്ററി പൊളിറ്റിക്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഓൾ ദി ബെസ്റ്റ്. പേടിക്കൊന്നും വേണ്ട, നല്ല രീതിയിലുള്ള അപ്ഡേറ്റ് ആണ്. സ്റ്റേ ട്യൂൺ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ, മൈ നെയിം ഇസ് ഫൗണ്ടർ. സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.